ഇത് നമ്മുടെ 12mm ഗ്ലാസ് ഡോറിന് വരുന്ന ലോക്കാണ്, അതായത് സെൻറ്റർ വരുന്ന ഡി ലോക്കാണ്. അപ്പോൾ ഇത് സാധാരണ പല രീതിയിലും കംപ്ലൈൻ്റ് ആവാറുണ്ട്. ഇപ്പം ഇതിപ്പം കംപ്ലൈൻ്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗമാണ്, ഇത് ഊരി പുറത്ത് വരികയാണ്. ഇതിനകത്തെ 2 സ്ക്രൂ പോയതാണ്. പക്ഷേ പലപ്പോഴും ഇത് റീപ്ലേസ് ചെയ്ത് വെക്കേണ്ട സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ സ്ക്രൂ പോയെങ്കിലും ഈ സ്ക്രൂ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്കിത് റീപ്ലേസ് ചെയ്യാതെ തന്നെ കംപ്ലൈൻറ്റ് മാറ്റി തിരിച്ച് അതേപോലെ സെറ്റ് ചെയ്യാം. കാരണം ലോക്ക് വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം പൈസ വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കിയാൽ നമുക്ക് ഈ ലോക്ക് തന്നെ തിരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഊരി അങ്ങ് പോവുകയാണ്. ചാവിയും ഇതിൻ്റെ കീയും ഇതിൻ്റെ ഈ ലോക്കിൻ്റെ ആ സിസ്റ്റം വരുന്ന ഭാഗം കൂടെ ഫ്രണ്ടിൽ നിന്ന് ഊരി പോകുന്നത്. ഇതിൻ്റെ ഈ 2 സ്ക്രൂ ഊരിപ്പോയതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഈ സ്ക്രൂ ഇതിനകത്ത് കിടപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഒന്ന് കാണിച്ചു തരുന്നത്. ഇപ്പം ഊരിങ്ങി വന്നതാണ്. ഇതിന് 2 എല്ലങ്കിയുടെ ആവശ്യമുണ്ട്. ചെറിയ എല്ലങ്കി വെച്ചിട്ട് നമ്മുടെ ഈ ഭാഗത്ത് ഇത് സാധനം എല്ലാം വർക്കിംഗ് ആണ്. നമുക്ക് ഈ എല്ലങ്കി ഉപയോഗിച്ച് ഇതിൻ്റെ സ്ക്രൂ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് 2 ഭാഗമാക്കി എടുക്കണം. ഉപയോഗിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്കിതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്താണ് ഇതിൻ്റെ കീയുടെ സിസ്റ്റം വരുന്നത്. ഇത് ടവർ ബോൾട്ടിൻ്റെ ഭാഗമാണ്. ഇത് വരുന്നത് അകത്തെ ടവർ ബോൾട്ടിൻ്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കേണ്ടത്. ഇത് ഈ ഒരു ഭാഗമുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ കാര്യങ്ങൾ അഴിച്ചപ്പോൾ തന്നെ അകത്തുനിന്ന് വന്നിട്ടുണ്ട്. ഈ സ്ക്രൂ അകത്ത് കിടപ്പുള്ളത് കൊണ്ട് നമുക്കിത് ചെയ്യാം. അല്ലെങ്കിൽ ഇതേ അളവിൽ സ്ക്രൂ കിട്ടുകയാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഇളക്കുന്ന രീതിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് സിസ്റ്റത്തിൽ കയറി കിടക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് വരുന്ന മെക്കാനിസം ഈ രീതിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ സ്ക്രൂ കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. പിന്നെ ഇതിനകത്തൊരു ബോൾ വരും. ആ ബോള് മിസ്സിങ് ആണ്. ഈ ഭാഗത്തൊരു ബോൾ വരുന്നത്, ആ ബോൾ മിസ്സിങ് ആണ്. ഈ സാധനം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതിങ്ങനെ അങ്ങ് എടുക്കാം. ഇതിനകത്താണ് ഈ ലോക്കിൻ്റെ ഈ സാധനം വന്ന് വീഴുന്നത്. ഇങ്ങനെയാണ് വന്ന് വീഴുന്നത്. വന്ന് വീണാൽ ഈ ഭാഗത്തേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഇത് തിരിച്ച് നമ്മൾ ഇതേ രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് ഇവിടുന്ന് ആ ലോക്ക് ഈ വെട്ട് കറക്റ്റ് ആകുന്ന രീതിയിൽ ലോക്ക് ഇടുക. ലോക്ക് ഇട്ടാൽ ഇതിങ്ങനെ സെറ്റാവും. സെറ്റായി കഴിഞ്ഞാൽ ഈ സാധനം മാറ്റിയതിന് ശേഷം ഈ 2 സ്ക്രൂ ഇതിലേക്ക് തിരിക്കുക. സാധാ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ഭാഗത്തെയും സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് ഇത് സെറ്റായി. ഈ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു ഇതിൻ്റെ. ഈ സ്ക്രൂ ടൈറ്റ് ആവാഞ്ഞത് കൊണ്ട് തന്നെ ലൂസായി പോയത് കൊണ്ടാണ് ഇത് നമുക്ക് ഊരി വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് പഴയ രീതിയിൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിനി വർക്കാവും. ഇതിൻ്റെ ബാക്കി ഭാഗം ലോക്ക് വീഴുന്ന ഭാഗം ഇതേ രീതിയിൽ തന്നെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഈ ഭാഗത്താണ് ഈ ബോൾ വരുന്നത്. കാരണം ഇതിൻ്റെ ഈ ഭാഗത്തൂടെ ഈ ലോക്ക് തിരിയുന്ന സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇടുന്ന ലോക്കാണ്. അല്ലെങ്കിൽ ഈ ലോക്കിനും പ്ലേ വരാൻ സാധ്യതയുണ്ട്. തിരിച്ച് നമ്മൾ ഈ ലോക്ക് സെറ്റ് ചെയ്യുകയാണ്. ലോക്ക് ഇതേ രീതിയിൽ ഇട്ടിട്ട് ആദ്യം ഇരുന്നത് രീതിയിൽ തന്നെ നമ്മൾ ഇതിലേക്ക് കയറ്റി നമ്മൾ ഫസ്റ്റ് നമ്മൾ അഴിച്ച അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. റിപ്പയർ ചെയ്ത് നമ്മൾ ഈ ലോക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ലോക്ക് നമ്മൾ ഈ അല്ലെങ്കിൽ വെച്ച് തന്നെ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ഭാഗമാണ് ഊരി പുറത്ത് വന്നിരുന്നത്. ആ ഭാഗം റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചാവി വെച്ചിട്ട് നമുക്ക് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. യെസ്, അത്രയുള്ള ഇതിൻ്റെ പരിപാടി.
അപ്പം ഇതേപോലെ ഇങ്ങനെ ഈ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഊരി പോകുന്ന കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വന്നാൽ നമുക്ക് ഈ ലോക്ക് റീപ്ലേസ് ചെയ്യാതെ തന്നെ ലോക്ക് റിപ്പയർ ചെയ്ത് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പം വെറുതെ ഒരു പൈസ കളഞ്ഞ് ഈ ലോക്ക് മാറേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ റിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.